എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അരുണാചലിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ള ആസാമിലെ ലക്കിംപൂരിനടുത്താണ്. രാവിലെ നല്ല അടിപൊളി ഒരു കൊച്ച ആമ്പൽക്കുളം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് ആ പമ്പിൻ്റെ അവിടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉദയസൂര്യൻ്റെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാം. ആ അരുണാചൽ പ്രദേശിലേക്ക് എടുക്കാറായപ്പോൾ തന്നെ അതെ മഴയൊക്കെ കുറഞ്ഞു. ഡ്രൈവർ ഇന്നലെ നല്ലപോലെ കിടന്നുറങ്ങി. അതെ അതെ, ഞാൻ പറഞ്ഞല്ലേ രാത്രി വിളിക്കാൻ. നമുക്ക് പോകാത്ത വഴികളൊക്കെ കണ്ടു വേണ്ടേ പോവാന്. അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. അതുപോലെ മുത്തിങ്ങോട്ട് ആദ്യം വരികയല്ലേ. മേഘാലയ വരെ വന്നിട്ടുണ്ട്. ഇവിടെ രാവിലെ 4 മണിയാകുമ്പോ സൂര്യൻ ഉദിക്കും. 4 മണിക്ക് സൂര്യൻ ഉദിക്കുന്നല്ല, 4 മണിക്ക് നല്ല വെട്ടവാ ഉദിക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചോണ്ടല്ലോ 3:30 എന്നാന്ന് വെച്ചോണ്ടല്ലോ ഞാനാണെങ്കി പെട്ടെന്ന് കണ്ണു വന്നപ്പോ നടച്ചു പോയിട്ടെ. ഞാനിങ്ങനെ അയ്യോ 8-9 മണിയായി, എല്ലാരും കിടന്നുറങ്ങി. ഇവരെന്റെ ഇങ്ങനെ കിടപ്പുണ്ട്. അത് വിചാരിച്ചു അയ്യോ ഞങ്ങൾ ഉറങ്ങിപ്പോയതാ. ഉറങ്ങിപ്പോയിന്ന് വെച്ച് ചാടി എണീറ്റ് ഫോൺ നോക്കിയപ്പോഴത്തേക്ക് 6 മണിയാവുന്നുണ്ട്. ഞാൻ തിരിഞ്ഞിടന്നു. അങ്ങനെ ഇന്ന് ഏറ്റത്, അല്ലെങ്കിൽ രാവിലെ കേൾക്കുന്നതല്ല. 1:30-ക്കല്ലേ കൊണ്ട് നിർത്തിയത്. ഞാനത് കഴിഞ്ഞ 5 മണിയായപ്പോ ഭയങ്കര വെട്ടം. 5 മണിയായപ്പോ നല്ലപോലെ നേരം വിളിച്ചു. സമയം നോക്കിയപ്പോ 5 ആയതേ ഉള്ളൂ. പിന്നെ ഞാൻ കിടന്നു. നമ്മൾ ആസാം കുറേ അധികം ദൂരം ഓടുന്നുണ്ട്. ആസാം ഓടി തീർന്നില്ല ഇതുവരെ. കാര്യമുണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡ് ഇച്ചിരി പോയാൽ മതി അരുണാചൽ പ്രദേശ്. കുറച്ചേ ഉള്ളൂ. എത്ര കിലോമീറ്റർ ആയിട്ട് നമ്മളിങ്ങനെ ബോർഡറിൽ കൂടെ തന്നെ പോകുന്നത്. ലെഫ്റ്റിലേക്ക് ഒരു 10-20 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശാണ്. ഇതാണ് രംഗനാഥി റിവർ. ഇത് ഇവിടുത്തെ ഒരു ദുർഗാമന്ദിര. ഈ റൈറ്റിലോട്ട് പോകുന്നത് നോർത്ത് ലക്കിംപൂർ ടൗണിലേക്കുള്ള വഴിയാണ്. നമ്മൾ നേരെ ബൈപ്പാസ് വഴി പോകാം. ഇവിടെ ഒരു മഹാരാജാവ് ഇരിപ്പുണ്ടല്ലോ. ആരാന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആസാമിയിൽ എഴുതി വെച്ചേക്കുന്നത് ഗുഗമുഖ് 43 ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. ജോനായി 170 കിലോമീറ്റർ. അത് മാത്രം ഇടയ്ക്കെങ്ങാണ്ട് കണ്ടായിരുന്നു. ഇപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ ഉദയസൂര്യൻ്റെ നാടായ അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. आपका ദിപ്പു പുനിയ. അസം കാ. അപ്പൊ ഇവർ രണ്ടുകൂടെ സിക്കിമിൽ നിന്ന് വന്നാ ലോഡും കൊണ്ട്. അവിടെ തൊട്ട് ഇവിടെ വരെ മഴയായിരുന്നാ പറഞ്ഞു. അവരെ സിക്കിമിൽ ലോഡ് ഇറക്കി വെച്ച് തിരിച്ച് സിലിഗുരി വന്ന് ലോഡ് കയറ്റി വന്നാൽ ഈ അപ്പുറം ഇറക്കാനുള്ള കുറച്ച്. അപ്പോൾ അവർ പോരുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു അവിടെ. അവർ പോന്നു കഴിഞ്ഞാൽ വരുന്നു മഴയൊന്നും സിക്കിമില്. നോർത്തിലോട്ടും ഈ നോർത്ത് ഈസ്റ്റിലോട്ടും എല്ലാം ഈ ജൂലൈയിലാന്ന് തോന്നുന്നു എല്ലായിടത്തും ഭയങ്കര മഴ. ജൂലൈ ഓഗസ്റ്റിൽ ഇങ്ങോട്ടൊന്നും മഴ തുടങ്ങിയിട്ടില്ല അധികം. ഇങ്ങോട്ട് തുടങ്ങുന്നുള്ളൂ. ആസാം നല്ല മഴയില്ലായിരുന്നു. അവരും പറഞ്ഞേ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനുവേ ഈ പ്രദേശത്തിനൊരു അരുണാചൽ ഉണ്ടല്ലേ. അരുണാചലിന്റെ തൊട്ടടുത്തൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ശകലം അങ്ങ് പോയാൽ ബോർഡറാ, അരുണാചൽ ആസാം ബോർഡറാ. പിന്നെ നമുക്ക് ലോഡ് ഇറക്കേണ്ട അങ്ങ് മുന്നോട്ട് തന്നെയാണ് പോയിട്ടാ വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ബോർഡറിൽ കൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പുല്ല് മേഞ്ഞൊരു കടയത് ഹോട്ടലായിരുന്നു. കൂട്ടിപ്പോയെന്ന് തോന്നുന്നു. പോയതല്ല, അടച്ചിട്ടേക്കുവാ. തുറക്കാത്തായിരിക്കും. തുറക്കാറായി കാണുകയല്ല. അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ARX ഒക്കെ പഴയ വണ്ടിയാ. പുള്ളി തന്നെ കണ്ടുകൊണ്ട് നിർത്തിയാ. സ്ലോ ചെയ്യാൻ മേലായിരുന്നു. വരുന്നുണ്ട്, സ്ലോ ചെയ്തേര്. ഏറ്റുമാനൂരുകാരനാന്ന്. ഏറ്റുമാനൂരുകാരൻ. ഞാനും ഒരു ഏറ്റുമാനൂരുകാരനാന്ന് പറഞ്ഞേ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ.
ഞാൻ അന്ന് സംസാരി നിങ്ങൾ പോയപ്പോ ഞാൻ കൈ കാണിച്ചായിരുന്നു ലൈറ്റ് ഇട്ട്. ആണോ? ഒരു ദിവസം ബ്രിഡ്ജിന്റെ അവിടെ വെച്ച് ഞാൻ ലൈറ്റ് ഇട്ട്. ഞാൻ ഇങ്ങോട്ട് പോകും. ആണ്, ശ്രദ്ധിച്ചില്ല. നമ്മുടെ UGMT തൊട്ടടുത്ത അത് ശരി. ഞങ്ങൾക്ക് നേരത്തെ വണ്ടിയൊക്കെ ഉണ്ട്. അനിലാമോൾ ട്രാവൽസ്. അത് ശരി. വണ്ടിയുണ്ട്. ആണോ? അപ്പൊ ഇവിടെ എത്ര നാളായി? ഞാൻ ഇവിടെ ഇപ്പൊ റിട്ടയർ ആകാൻ 6-7 വർഷം. അത് ശരി. പേരെങ്ങനെ? എന്റെ പേര് അനിൽ നായർ. അനിൽ നായർ. ഫാമിലി അല്ലേ ഇവിടെ? ഇല്ലില്ല, പുള്ളിക്കാരി ഇവിടെ സിൽവസാ. പുള്ളിക്കാരി അവിടെ കളക്ടറുടെ പിയാ. അത് ശരി. പിള്ളേര് മൂത്തവൻ ഇവിടെ ജലന്ധർ അവിടെ പഠിക്കുന്നു, ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ വണ്ടി KL5 കണ്ടു. ഞാൻ നമ്മുടെ ചെറുക്കനോട് പറയാം, ഇത് ഞങ്ങളുടെ അവിടുത്തെ വണ്ടിയാണല്ലോ. അത് സൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ പുത്താട്ടാ. ഞാൻ നാട്ടിൽ വരുമ്പോ കാണാം. ഞാൻ 1 വർഷമായി നാട്ടിൽ വന്നിട്ട്. തൊട്ടടുത്ത് അവിടെ തൊട്ടടുത്ത് അവിടെ നമ്മുടെ ചിറ്റടുത്ത് CKS അറിയോ? CKS സോൺസ്, നമ്മുടെ നാരായണൻ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് കൊട്ടാരാമ്പലമുണ്ട്, കുറ്റിക്കാട്ട്. ഞങ്ങളുടെ കുടുംബം. നാട്ടിലൊക്കെ അപ്പം വന്നിട്ട് ഒത്തിരിയായോ? നാട്ടിൽ വന്നിട്ട് ഈയിടെ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ അറ്റാക്ക് ഒക്കെ വന്നത്. അങ്ങനെ ഇതൊക്കെ ആയി. പിന്നെ ഇപ്പം വന്നിട്ട് ഞാൻ 6-7 മാസം ആയുള്ളൂ. അത് ശരി. ഇപ്പം പോണം, മെയ് പോണം. അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അരുണാചലിൽ ഏത് സ്ഥലത്താ? നംസായി. ഞാൻ നമ്പർ കണ്ടപ്പോൾ ഞങ്ങള് ഇവിടെ ശരി. എന്നാ ശരി, ആയിക്കോട്ടെ. ഓക്കെ, ഏറ്റുമാനൂരും വിളിക്കുന്നേ. അറിയാം, മനസ്സിലായി. ഞാൻ അവിടുന്ന് പോന്നിട്ട് 94 അവിടുന്ന് പോന്നാ. 94 പോന്നാണോ? ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരി. ആ വണ്ടി ഒത്തിരി പഴയൊന്നുമല്ല. നമ്മുടെ KLX അല്ലായിരുന്നു KSRTCയുടെ പഴയ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ARX ഇവിടുത്തെ KSRTCയുടെ രജിസ്ട്രേഷൻ. ഇപ്പൊ AR01X ആയെന്നാ പറഞ്ഞു. കൈ കാണിക്കാൻ നമ്മൾ ഓർക്കുന്നില്ല ഇതൊരു മലയാളിയാന്ന്. അതെ അതെ അതെ. അയ്യോ, അതും കോട്ടയംകാരൻ, ഏറ്റുമാനൂരുകാരൻ. അത് മുമ്പേ നമ്മൾ കണ്ടില്ലേ, ലക്കിംപൂർ ടൗണിൽ നിന്ന് വരുന്ന വഴി. അത് നമ്മൾ ബൈപ്പാസിൽ കൂടെ വന്നത് എവിടെ എത്തി. മുത്തിന് ആമാശയം കത്തുന്നാ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ട്, നമുക്ക് നോക്കാൻ വല്ലതും കിട്ടുമോന്ന്. രാവിലെ 2 പന്നിയെ തട്ടി ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഷേവ് ചെയ്യുക. ആൽമരച്ചോട്ടിലൊരു ചായക്കട. എന്നാ കഴിക്കാനുള്ളതെന്നൊക്കെ പോയി ചോദിക്കേ. ബാ. നല്ല നാടൻ കട കേട്ടോ. കേക്കൊക്കെ ഇരിപ്പുണ്ട്. കേക്കല്ലേ? അത് നമ്മുടെ അവിടെ ഉള്ളത് വെട്ട് കേക്ക്. ഇവിടെ നാസ്ത ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ചായയൊക്കെ ഉള്ളൂ, ആയില്ല. എന്നാ പിന്നെ എല്ലാം ഉണ്ടാക്കിയല്ലോ. രണ്ടുപേരുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. എന്നാ ഉണ്ടാക്കണ്ടേ? ബ്രെഡ് ഇരിപ്പുണ്ട്, എന്നാ പോയേക്കാം. വേറെ കടയുണ്ടോ? അപ്പുറത്തൊരു കടയുണ്ടോ? എന്നാ അവിടെ ചോദിച്ചോ. ഇവിടെ ഒരു കടയിൽ പൊറോട്ട ഉണ്ട്. ആണോ? വരുന്നു. ഞങ്ങൾ എത്തിപ്പോയി. ഞങ്ങൾ എത്തിപ്പോയത്. നമ്മുടെ അവിടുത്തെ പോലത്തെ പൊറോട്ട അല്ല കേട്ടോ. അതറിയാം, എനിക്കറിയാം. ഏക്കാലും ഇങ്ങോട്ട് വന്നപ്പോഴത്തേ ഞാൻ നോക്കുമ്പോൾ അതെ മാവൊക്കെ കുഴച്ച് വീശിക്കൊണ്ടിരിക്കുക. ആസാമിലെ വീടുകളായത്. ടിൻ ഷീറ്റാണ് മൊത്തം ഇട്ടേക്കുന്നത്. സൈക്കിൾ ഷെഡ് ഉണ്ടോ? ഇതുണ്ടോ? ഇതാ പൊറോട്ട. ചപ്പാത്തി പോലെ തന്നെ നല്ല വെച്ചേക്കുന്ന നല്ല ഇതാണ്. പക്ഷെ അത് നമ്മുടെ അവിടുത്തെ പോലെ വീശല്ല. ഓക്കെ, തേൽ തോടാ കണ്ടാൽ കേരള പൊറോട്ട നമ്മൾ പറയുന്നതുകൊണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെ തരുവുള്ളൂ. ചെറിയ കടയാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. വാഷേഴ്സിനൊക്കെ നല്ല നീറ്റായിട്ട് കഴുകിയിട്ടുണ്ട്. എല്ലാം ഇവിടുത്തെ ഒരുവിധം കടകളും ഇപ്പം ഈ പരിസരം എല്ലാം കാണുമ്പോൾ കണ്ടോ നല്ലൊരു ഇതാ. ടൗണിലാ ഇതൊന്നും ഇല്ലാത്ത ഏതാ. അപ്പോൾ നമ്മുടെ പൊറോട്ട എത്തി. പൊറോട്ടയും കറി എല്ലായിടത്തും ഈ ഒരു കറിയേ ഉള്ളെന്ന് പറഞ്ഞത്. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും സവോളയും കൂടി ഇട്ടൊരു കറി. ഇതുണ്ടോ മഴ, പക്ഷെ ഇവിടെ മഴ പെയ്തില്ലെന്നൊരു കറിക്ക് അത് നല്ലപോലെ അറിയാം. ഇങ്ങനെ ഇത് ഇതിൻ്റെ സ്റ്റൈൽ ഇതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ചട്നി. മെയിൻ ഡ്രൈവർക്ക് പ്രത്യേകം ചട്നി അവരുണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നു. ചട്നി വേണ്ട ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ലല്ലോ മുത്തായി പൊറോട്ട. നല്ല പൊറോട്ട. അല്ല അല്ലെങ്കിൽ തന്നെ ഭയങ്കര നൈസായിട്ട് കനം കുറച്ച് പരത്തിയ. മധുരം ഉണ്ടോ? അമ്മയും കുഞ്ഞുങ്ങളും കൂടെ 150 രൂപ. അതായത് 3 പൊറോട്ടയും കറിയും 2 ചായയും. നല്ല ചായയായിരുന്നു. നല്ല ചായയായിരുന്നു.
ഞാനെന്നാ പിന്നെ രാവിലെ എന്തായാലും നല്ല ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് ഓർത്തായിരുന്നു അല്ലേ മുത്തേ? പിന്നെ അന്നേരം അതെ അവിടെ പൊറോട്ട. അതുകൊണ്ട് നല്ലപോലെ കഴിക്കാൻ പറ്റിയല്ലേ മുത്തേ? അതെ അതെ. രാവിലെ കണ്ണു തുറന്നപ്പോൾ നല്ല വെയിലായിരുന്നു. അതെ, അങ്ങോട്ട് ചെല്ലും തോറും ഇതേ മഴ ചാറാൻ തുടങ്ങി. ഓടി ഈ ട്രിപ്പ് കൂടുതലും മഴക്കാഴ്ചകളും പാടവും ഞാറുനടിയിലും ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നേ ഈ ട്രിപ്പാന്ന് തോന്നി വണ്ടിയിൽ ഇതുപോലെ ചെളിയായത് അല്ലേ? ഫുള്ള് മഴയല്ലായിരുന്നു അങ്ങോട്ട് ഇങ്ങ് വരെ. ഈ സ്ഥലപ്പേരാ കടം. ഇത് കടം 2 കണ്ടോ, ചെറിയ മുളയും കൊണ്ടുള്ള പാലം ഇത്. അതെ, ഓരോരോ വീട്ടിലേക്കുള്ള വഴിയാ. അത് എത്ര പാലം അല്ലേ? അതാ വീട്ടിലോട്ടുള്ള ഇത്. ഇവിടെ ഈ വീട്ടിലേക്കുള്ളത് ഇപ്പറേ ഉണ്ട്. ഇതുണ്ട്, അവിടെ 2 ഉണ്ട് കേട്ടോ. 2 വീട്ടിലോട്ട് വേണം അല്ലേ? എന്നാ പിന്നെ ഒരു പാലം പോലെ അല്ലേ? തൊട്ട് തന്നെ ഇരിക്കുന്ന വീട്. ആഹാ, ഇത് എല്ലാ വീട്ടിലോട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് വന്നപ്പോഴത്തെ വ്യത്യസ്തമുണ്ട്. ഈ വഴിയുടെ 2 സൈഡും മുളങ്കാടുകളാ. ഇവിടുത്തെ ഒരു വലിയ ക്ഷേത്രമാണല്ലോ. ഈ ക്ഷേത്രത്തിലേക്കാണോ? അല്ലായിരിക്കും അല്ലേ? അല്ല, അത് ഇങ്ങോട്ട് വന്നവരല്ല. അല്ല, ഇതൊരു ദേവീക്ഷേത്രമാണ്. ഒന്നും വായിക്കാൻ പറ്റിയല്ല. പിന്നെ ഇംഗ്ലീഷിലൊന്നും അവർ എഴുതിയിട്ടില്ല, ഹിന്ദിയിലും എഴുതിയിട്ടില്ല. ഇവിടുത്തെ ഭാഷയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ അതെ ഫ്രൂട്ട്സ് കടയുണ്ട് കേട്ടോ. ഇന്നലത്തെ കൂട്ട് വിലയായിരിക്കും. ഇവിടെ പൈനാപ്പിൾ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഇതുണ്ടോ? ഇവിടുത്തെ പൈനാപ്പിളൊന്നും അകലേക്കൊന്നും ദൂരേക്കൊന്നും പോകുന്നില്ല. ഇവിടുത്തെ തന്നെ ലോക്കൽ സെയിലുകളേ ഉള്ളൂ. ഇവിടുത്തെ ഒരു മാർക്കറ്റായത്. ഇന്ന് മാർക്കറ്റ് ദിവസമാണ്. പച്ചക്കറിയാണ് മെയിനായിട്ട്. പച്ചക്കറി, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ അവിടെ മീനൊക്കെ ഉണ്ട്. അതെല്ലാം വേറെ വേറെ ഏരിയയിലാണ്. തുണി, ചെരുപ്പ്, എല്ലാ സംഭവം ഉണ്ട്. ഇവിടെ എല്ലാം വഴി പോയി കിടക്കുക. പതുക്കെ. അത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. ലോറിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചൗൽദോവ ഔട്ട് പോസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ വാതിലയിൽ വെച്ചിരുന്നാക്കി ഇട്ടൂടെ. അത് വണ്ടികളല്ല, ഇവിടെ പതുക്കെ പോകാൻ വേണ്ടിയിട്ടാ. ബാരിക്കേഡ് ഇല്ലല്ലോ, വലിയ പതുക്കെയല്ലേ പോവുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് വാച്ച് ചെയ്യാമല്ലോ. ഇത് വലിയ നദിയാണ് കേട്ടോ. അത് റെയിൽവേ ലൈനാണ് പോന്നെ. ഒരു ട്രെയിൻ വരുവാണ്, അടിപൊളിയായിരുന്നു. ഇപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ കൈവഴി തന്നെയാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല വീതിയുണ്ട് കേട്ടോ. വലിയ നദിയാ. എൻ്റെ പേരെന്നായിരുന്നു? സുബാൻസിരി. നമ്മുടെ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ദൂരം നമ്മൾ ഓടിയത് ആന്ധ്രയിൽ കൂടെയാണ്. ഏകദേശം ഒരു 1000-1050 കിലോമീറ്ററോളം. പിന്നെ നമ്മൾ കൂടുതൽ ദൂരം ഓടിയത് വെസ്റ്റ് ബംഗാളിൽ കൂടെയാണ്. അതൊരു 850 കിലോമീറ്ററോളം. മൂന്നാമത് ഏറ്റവും കൂടുതൽ ഓടുന്ന ആസാമിൽ കൂടെയാണ്. ഏകദേശം ഒരു 750 കിലോമീറ്ററിന് മുകളിൽ ആസാമിൽ കൂടെ നമ്മൾ കുറച്ചുകൂടെ ഓടാനുണ്ട്. മിക്കവാറും എല്ലാ കുളത്തിലും ഇതുപോലെ ആമ്പലുണ്ട്. നമ്മുടെ മലരിക്കലെ ആമ്പലിനെ പോലെ തന്നെ അതേ കളറ്. ആമ്പൽ കൂടുതൽ ഈ കളറല്ലേ? കൂടുതൽ ഈ കളർ, പക്ഷെ വെള്ളയുണ്ട്, പിന്നെ ഒരു വയലറ്റ് കളറിലും ഉണ്ട്. മഴ ശക്തി പ്രാപിക്കുകയാണ്. ഗോഗാമുഖ എന്ന സ്ഥലമായത്. പോട്ടെ. മഴ പെയ്താൽ പിന്നെ ആ പാടെ ചെളിയും. പക്ഷെ എന്നാലും വലിയ ചെളിയൊന്നും ഇല്ല, വലിയ കുഴപ്പമില്ല. എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇന്ന് നമ്മളെ മാർക്കറ്റ് കാണാൻ പോയിട്ടേ, അയ്യോ, അവിടെ ഓടയില്ലാതെ മഴവെള്ളം മൊത്തം കുളമായി കിടക്കാൻ. കരിമ്പൻ ജ്യൂസ് കച്ചവടക്കാരാണല്ലോ എല്ലാവരും. കരിക്കും ഉണ്ടായിരുന്നു. കരിക്ക് നല്ല അടിപൊളി കരിക്ക്. ഡിബ്രുഗഡ് 83 കിലോമീറ്റർ, ജോനായി 113 കിലോമീറ്റർ. रोइंग ईटानगर हाँ वंडी अല്ലേ? हाँ। ये कौन सा नदी है? जिद्दाल नदी। हैं? जिद्दाल। जिद्दाल? हाँ जिद्दाल। ഇവിടെ എല്ലാം പാലത്തെ കയറുന്നതിന് മുന്നേ തന്നെ നദിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നദിയുടെ പേരും പാലത്തിൻ്റെ പേരും അത് നല്ലതാ. എല്ലായിടത്തും അങ്ങനെ വേണം. നല്ല ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഏത് നദിയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പണ്ടൊക്കെ കർണാടകയിൽ നമ്മുടെ NH66 കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അരുണാചലിൻ്റെ ട്രാൻസ്പോർട്ട് പോയില്ലേ, റോയിങ് ഇറ്റാനഗർ എന്ന് പറഞ്ഞാൽ. ശരിക്കും റോയിങ്ങും ഇറ്റാനഗറും അരുണാചലിലെ സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷേ ക്യാപിറ്റലാ. അപ്പം അത് ശരിക്കും റോയിങ്ങിൽ നിന്ന് ഇറങ്ങി ആസാമിൽ കൂടെ ഓടിയാ വീണ്ടും ഇറ്റാനഗറിലേക്ക് പോകുന്നത്. അവിടെ ഒരു പാലം പൊളിച്ചിട്ടേക്കുക. പണി തീർന്നെന്ന് തോന്നുന്നു. ഇത് നമ്മളെ നദിയിൽ കൂടെ പോകുന്ന പോലെ ഉണ്ടല്ലോ, ആ നദിയിലെ കല്ലുകളായി മൊത്തം, ഉരുളൻ കല്ലുകൾ.
പാലം പണി തീർന്ന് കിടക്കുക. ഇങ്ങോട്ടുള്ള അപ്രോച്ച് റോഡാണ് ഇനി പണിയാനുള്ളത്. പാലമെന്ന് പറയാനുള്ളതില്ല, കലിങ്ക. പണി തീർന്ന് കിടക്കുകയാണ്. കാറുകാരും ബൈക്കുകാരും ഒക്കെ അതിലേ കയറി പോകുന്നുണ്ട്. ഉണ്ടാവും നല്ലൊരു പാലം കണ്ടോ, മുള കൊണ്ട്. അതുകൊണ്ട് അവിടെ പന്നിക്ക് പാത്രത്തിൽ തീറ്റയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നുണ്ടോ? പുറയിലൊക്കെ പന്നി നിൽപ്പുണ്ട്. അതിനെ കെട്ടിയിട്ട് വളർത്തുന്ന കേട്ടോ. കഴുത്തേലൊരു തൊടലും ഉണ്ട്. ആ കറുത്ത പന്നിയൊക്കെ നല്ല വൃത്തിയുണ്ട്, കുളിപ്പിക്കുന്നുണ്ടത്. ആ ഉണ്ടെന്ന് തോന്നുന്നു. ഉദയസൂര്യന്റെ നാടാണല്ലോ അരുണാചൽ പ്രദേശ്. ആസാമിൽ നമുക്ക് വേറൊരു പേരുണ്ടാക്കണം, ഹമ്പുകളുടെ നാട്. അതായിരിക്കും correct. ആ വേറെ ഒരിടത്തും ഇതുപോലെ കണ്ടിട്ടില്ല. സ്പീഡ് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇന്നലെ രാത്രിയിലത്തെ ഹൈവേയിലായിരുന്നു ഏറ്റവും 6 എണ്ണത്തിന്റെ 3 എണ്ണം അടുപ്പിച്ച് 18 എണ്ണം. 6 എണ്ണം വെച്ചുള്ള 3 സെറ്റാണ്. ഒരു ജംഗ്ഷൻ നാഷണൽ ഹൈവേ 4 ലൈനിലാണെന്ന് ഓർക്കണം. അത് 50 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല. ഇവിടെ വന്ന ചാടി കുറച്ചപ്പുറത്തല്ല. ഒരെണ്ണം ചാടി ഒരു വണ്ടിപ്പാട് കഴിയുമ്പോഴത്തേക്കും അടുത്തത്, അങ്ങനെ 3 സെറ്റ്. കൈ തെന്നി പോന്നു. എവിടുന്ന്? സ്റ്റിയറിംഗ് അതന്നെ. ആ ഭയങ്കര മിനുസിങ്. ഇവിടുത്തെ കടകളുണ്ടോ എല്ലാം പുല്ല് മേഞ്ഞ, നല്ല രസമുണ്ട്. അതെ, ഇന്റർ ഡിസ്ട്രിക്ട് ബസ് ടെർമിനൽ. അവിടെ ഒരു ബസ് പോലും കാണുന്നില്ല. അകത്ത് കാണും, ബസ് സ്റ്റാൻഡ്. അത് ഏ ഗാവ് കാ നാം ഹൈ ദേമാജി. നമുക്ക് പച്ചക്കറി ഒന്നും ഇവിടെ കോഴി, താറാവ്, പന്നി എല്ലാ സാധനവും ഉണ്ട്. എല്ലാം പന്നിക്കടയാണ്. എല്ലാം പന്നിക്കട. അതുകൊണ്ടോ നമ്മൾ അവിടെ ഷില്ലോങ്ങിൽ പോയപ്പോൾ കണ്ട പോലെ. ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ഈ ഇവർ കൂടുതൽ ഈ പന്നിയിറച്ചി ഉപയോഗിക്കുന്നതുകൊണ്ടേ അങ്ങ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ വലിയ ട്രെയിലറിനെ പന്നിയെ കൊണ്ടിരുന്നത്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ മിനിങ്ങാന്ന് കണ്ട ഒരു 2-3 ട്രെയിലർ. എന്നിട്ട് ഈ പന്നിയെ കൊണ്ട് ഇവിടെ ഇറക്കി വെച്ച് കാലി പോവാ. നോ പാർക്കിംഗ്, ദേമാജി പോലീസ്, ഫൈൻ അപ് ടു 2000 രൂപ കേട്ടോ അവിടെ പാർക്ക് ചെയ്താൽ. നോ പാർക്ക് ചെയ്താൽ. നമ്മൾ പാർക്ക് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ പോവല്ലേ. നമ്മൾ പാർക്ക് ചെയ്യാൻ നമുക്ക് സമയമില്ല, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയല്ലേ, കുറേ ദിവസമായി. അടുത്ത കാലത്തൊന്നും ചെല്ലിയല്ല. ദേമാജി ചാരിയാലി തന്നെ എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും ജംഗ്ഷൻ ആയിരിക്കും. ഈ ടൗണൊക്കെ നല്ല നീറ്റാ, നല്ല തൂത്തുവാരി, പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് കമ്മീഷണർ ദേമാജി. പിന്നെ നമ്മൾ ഇന്നലെ വന്ന ഈ ആസാമിൻ്റെ കുറേ ഏരിയ എല്ലാം ഇതുപോലെ നല്ല വീതിയുള്ള റോഡുകളാണ്. ഇതല്ല ഇപ്പോൾ ഇവിടെ ആണെങ്കിലും നോക്കിയേ, എന്നാ വീതിയാന്ന് നോക്കിയേ. കടകളൊക്കെ ഒത്തിരി ഉള്ളിലേക്ക് വലിച്ചാൽ വെച്ചേക്കുന്നത്. ഈ ആസാമിനൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഈ ആസാമൊക്കെ ഭയങ്കര മലമ്പ്രദേശമാണെന്ന് ഓർത്തുകൊണ്ടിരുന്നത്, ഹിൽസാണെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. മിക്കവാറും ഉള്ളവരും അങ്ങനെ തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്, അല്ലേ? ആ അതെ, നമ്മൾ ആരോടെങ്കിലും പറയുമ്പോഴും അവരും ഓർത്തുകൊണ്ടിരുന്നത് അങ്ങനെ. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഉള്ളിലേക്ക് മലമ്പ്രദേശം ഉണ്ടാവാം, പക്ഷേ മെയിൻ ഏരിയ മൊത്തം ലെവൽ റോഡാണ്, ചെറിയ കയറ്റം പോലും ഇല്ല. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു ടൗണാണ്, ജില്ലാസ്ഥാനമാണെന്ന് തോന്നുന്നു. ഇവിടെ പോലീസുകാരൊക്കെ തോക്കും കൊണ്ടാണ് നിൽക്കുന്നത്. മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇവിടുത്തെ ചെറിയൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ സ്റ്റേജ് ആദ്യം കണ്ടത്. തൊട്ടടുത്ത് തന്നെ വേറൊരു സ്കൂള്. എല്ലാ പിള്ളേരെല്ലാം സൈക്കിളിലാണ് വരുന്നത്, ഇഷ്ടംപോലെ സൈക്കിൾ ഇരിപ്പുണ്ട് അവിടെ. 1969 സ്കൂളാ. താമരക്കുളം അവിടെ ഇത്ര നേരം ആമ്പലായിരുന്നു. നിറച്ചും താമരയാ. ഇല ഉണ്ടോ? എന്നാ വലിയ ഇലയാന്ന് നോക്കി. അങ്ങോട്ട് ഫേസ് ചെയ്താ നിൽക്കുന്നത്. അങ്ങോട്ടാ. അവിടെ 2-3 വലിയ പൂ നിൽപ്പുണ്ട്. അപ്പുറത്തൊക്കെ ഉണ്ടെന്നേ, അങ്ങോട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇതിലെല്ലാം ആ സീഡുണ്ട്. അതല്ലേ ആ നിൽക്കുന്നില്ലേ? അത് തന്നെ. ഇതാ മറ്റേ റോസ്റ്റ് ചെയ്ത് മറ്റേ മഖനയോ അങ്ങനെ എന്താണ് വയ്ക്കുന്നത്. കുളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ട്, ഇത് പായലാന്ന് കിടക്കുന്നത്. പായ തന്നെ മറ്റേ എന്നാ പായല മറ്റേ അത് നമ്മുടെ അവിടെയൊക്കെ നമ്മളൊക്കെ പണ്ട് കണ്ടേ മറ്റേ മീൻ ചെറിയ കുളങ്ങൾ കുത്തിയിട്ടില്ലേ. ആ സാധാ പായലല്ലേ, അത് കൂട്ട് പായല. മെയിൻ ഡ്രൈവർ ഇറങ്ങി വന്നില്ല, അല്ലെങ്കിൽ അമ്പലമൊക്കെ അല്ല താമരയൊക്കെ കാണുമ്പോൾ ചാടി ഇറങ്ങി വരുന്ന. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ മടിയായിരുന്നു. ഇതുണ്ട്, ആ തൊട്ടടുത്ത് ഇതെല്ലാം കുളങ്ങളാണ്. ആന്ധ്ര തൊട്ട് കാണുന്ന പാടങ്ങൾ. അതെ അതെ, ഈ പ്രാവശ്യം കണ്ടത്രയും നെൽപ്പാടം ഇതുവരെ കണ്ടില്ലെന്ന് തോന്നുന്നു. പഴയ ഒരു പാലമാണ്, ഇരുമ്പ് പാലം. ആ സൗണ്ട് അതേ കൂടെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട്.
പുതിയ പാലം ഇവിടെ പണിയുന്നുണ്ട്. ആ പാലത്തിന്റെ മാക്സിമം കപ്പാസിറ്റി 40 ടണ്ണ. ലോറി വന്നാലും ഒരെണ്ണമല്ലേ ഒരു ടൈമിൽ വരുന്നുള്ളൂ, അതുകൊണ്ട് അത്രേ വരുള്ളൂ, അത് താഴെ വരുള്ളൂ. പിന്നെ വലിയ വണ്ടികൾ വന്നാലാണ് അതിൽ കൂടുതൽ വരുള്ളൂ. ആ പാലത്തെ കയറിയപ്പോൾ പേടിയൊന്നും ഇല്ലായിരുന്നോ? മേഘാലയക്ക് ഒന്ന് പോയതാ, അതുകൊണ്ട് പിന്നെ പേടി പോയല്ലേ? ആദ്യം എനിക്ക് ഇത് പാലത്തെ കയറുമ്പോ പേടിയായിരുന്നു. ഇത് കയറുമ്പത്തേക്ക് ഫുൾ അതേടെ അടിക്കുന്ന സംഭവല്ലേ. തടിപ്പാലത്തെ വരെ കേറി പോയി. അതെ, അവന് ഇത് സ്ട്രോങ് അല്ലേ? ഇരുമ്പ് എന്തായാലും സ്ട്രോങ് ആയിരിക്കും. എന്തോ കടകളല്ലേ? കടകളും ആൾക്കാരും ഉണ്ട്. അതുപോലെ ജനസംഖ്യ ഉള്ളതുകൊണ്ടാണ് കടകളും കൂടുതലുള്ളത്. പോലീസ് ഔട്ട് പോസ്റ്റാ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര വെള്ളം വന്നേ ഇറങ്ങിപ്പോയതാ. ഈ സൈഡിലോട്ട് നോക്കിയേ, ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു. ഇതുണ്ടോ, ആ സൈഡിലോട്ട് നോക്കിയേ, അവിടെ എല്ലാം വെള്ളം കയറിയല്ലേ, എന്നിട്ട് ഇറങ്ങിയതാ. വന്നല്ലേ, എന്ത് മണലാ വന്നേ. അപ്പോൾ നമ്മളൊരു വഴി ചോദിച്ചായിരുന്നു, രാജസ്ഥാൻ വണ്ടിയാ. അപ്പോൾ ഇത് തന്നെ വഴി. പെട്ടെ പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. പുള്ളി ജോധ്പൂരിൽ നിന്ന് ടൈലുമായിട്ട് വന്ന അവിടെ എങ്ങാണ്ട് ഇറക്കി വെച്ച് നിൽക്കുക. പുള്ളി സ്ഥിരം വരുന്നാന്ന് തോന്നുന്നു. ജോധ്പൂരിൽ നിന്നല്ലേ, ഗുജറാത്തിൽ നിന്ന് ടൈലുമായിട്ട്. ജോധ്പൂരാ പുള്ളിയുടെ വീട്. ഇവിടുത്തെ ഈ പാലവേ നമ്മളാ ഇവിടെ കണ്ട പോലെ നമ്മൾ മേഘാലയക്ക് പോകുമ്പോൾ കാണുകയല്ലേ, അടിയിൽ കൂടെ ട്രെയിൻ പോകുന്നു, മുകളിൽ കൂടെ വണ്ടി ബ്രഹ്മപുത്ര നദിയില്. അത് തന്നെ, അതുപോലെ തന്നെ ഇവിടെ. ഇഷ്ടം പോലെ പശുക്കള് മഞ്ഞ് നടക്കുന്നു. കുഞ്ഞു പശുക്കളല്ല, ഗോശാല വല്ലതും ഉണ്ടോ ഇവിടെ? ഗോശാലയൊന്നുമില്ല ഇവിടെ. ഗോശാലയൊക്കെ കൂടുതലും മധ്യപ്രദേശ്, രാജസ്ഥാന്, ഗുജറാത്ത് അവിടെയൊക്കെ ഉണ്ട്. ആ ബൈക്കിൽ പോകുന്ന പുള്ളിക്കാരുടെ ഒരു കൊച്ചുണ്ട്, എന്താ തോള ഇതിട്ട് കെട്ടിക്കല്ലേ, തൊട്ടി പോലെ കെട്ടിയേക്കാ, അതിനകത്താ കൊച്ചിനെ വെച്ചേക്കുന്നത്. പേടിക്കണ്ടല്ലോ, താഴെ പോകത്തില്ല. ഇതല്ലേ ഇത് നമ്മൾ മേഘാലയ കാണുന്ന പോലെ തന്നെ. മേഘാലയയിലും ആസാമിലും എല്ലാം ഉണ്ട്. അരുണാചൽ പ്രദേശിലുണ്ട്. അതുണ്ട്, ഒരു വീട് ഉണ്ടോ, കൊള്ളാം അല്ലേ? തൂണാൽ പൊക്കി നിർത്തിയേക്കാ, കോൺക്രീറ്റ് തൂണാൽ പാടത്ത്. തൊട്ടടുത്തൂടെ തന്നെ റെയിൽവേ ലൈനും പോകുന്നത്. ഇന്ന് ട്രെയിൻ ഒന്നും കണ്ടില്ല. കഴിഞ്ഞ ഒരു ദിവസം എത്ര ട്രെയിൻ ആയിരുന്നു. അങ്ങോട്ട് കുറവാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ ഒത്തിരി ട്രെയിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇങ്ങോട്ട് പിന്നെ വഴി നല്ലതാ, പമ്പും കുറവുണ്ട്. പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങണോ? പൈനാപ്പിൾ ഒക്കെ ഉണ്ടോ എന്തായാലും ഇരിക്കുന്നത്? ഞാൻ പൈനാപ്പിൾ ഒന്നും അല്ല കണ്ടത്, നല്ല വാഴച്ചുണ്ട്. ചേമ്പുണ്ട്, ചേമ്പ്. അതെ, അവിടെ കൊണ്ട് നിർത്തിട്ട് ചേമ്പ്, റാഡിഷ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും പൈനാപ്പിളാണ്. എന്നാ മേടിക്കുന്നേ? എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട് കാര്യം. പിന്നെ ഇത് എപ്പോൾ കുക്ക് ചെയ്യുമെന്ന്, മഴ കാരണം ഒരിടത്ത് നിർത്തി കുക്ക് ചെയ്യാനും പറ്റത്തില്ല. നല്ല നാടൻ വെണ്ടക്കയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ കേട്ടോ, ഈ റാഡിഷൊക്കെ ഇവിടെ ഉള്ളതാണ്. മീൻ, ജീവനുള്ള മീൻ. അതെ, പെടക്കുന്ന കിടന്ന്. ഇത് മറ്റേ ആരോനില്ലേ? ആരോനല്ലോ ആണോ? പാമ്പ് പോലെ ഇരിക്കുന്ന അതാ ഇത്. പിന്നെ വ്ളാഞ്ഞിലെന്നൊക്കെ പറയുന്നത് 2 സൈസാണോ. ശ്വാസം മുട്ടൽ നല്ല കേട്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ട എങ്ങനെ തിന്നും, പാമ്പ് പോലെ ഇരിക്കുന്നു. ഇനി പാമ്പാണോ? ഇതുണ്ടോ, ഇതിന്റെ തലയൊക്കെ കണ്ടോ? ഇത് ഇച്ചിരി പച്ചപ്പയറ് മേടിച്ചു, വൈകിട്ട് കഞ്ഞിക്കാൻ മെഴുക്കോട്ടയാണല്ലോ. കാബേജ് ഒക്കെ മേടിച്ചാലേ കണ്ടാ എനിക്ക് മേടിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ഫ്രഷ് സാധനമാണ്. പിന്നാണേലും മേടിക്കാം, അവിടെയൊക്കെ കാണും, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇതുണ്ടോ, ഇതിനത് മനസ്സിലായോ? നമ്മളവിടുത്തെ നെല്ലും വെള്ളം എന്ന് പറയുന്ന സാധനമാണോ? അതായിരിക്കും, നെല്ല് വാറ്റി ഉണ്ടാക്കുന്ന ദാരു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിവിടെ വെക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെ, ബോഗിബീൽ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്, ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ. കിലോമീറ്റർ നോക്കണേ, ഈ പാലത്തിന് എന്നാ നീളം ഉണ്ടെന്ന് അറിയാലോ. ഇച്ചിരൂടെ അങ്ങോട്ട് അകത്തി വെക്കാനുള്ള ഇപ്പൊ തട്ടിയിടുമല്ലോ. ഞാൻ തട്ടിയിടും. ഈ കാണുന്ന റെയിൽവേ ലൈനാണ് നമ്മുടെ ഈ പാലത്തിനടി കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ആ വളവ് ഉണ്ട്, ആ വളവ് തൊട്ട് റെയിൽവേ ലൈൻ ഈ പാലത്തിനടി കൂടെ പോകുന്നത്. ഇത് നദിയല്ല, നദിയിലെ വെള്ളം കയറി കിടക്കുന്ന ഇങ്ങോട്ട്. നദി ഇതേ അതിനപ്പുറയാ. ഇവിടെ കാണാം, റെയിൽവേ ലൈൻ അടിയിൽ കൂടെ പോകുന്നത് കാണാം ചെറുതായിട്ട്. ഇതേപോലെ തന്നെ ആ പാലം അങ്ങനെ തന്നെയാണ് ശരിക്കും കണ്ട. അതെല്ലാം നദിയിലെ വെള്ളം കയറി കിടക്കുന്ന നദി ഇതാ. നദി തുടങ്ങുന്നേ. ഭയങ്കര വെള്ളമാ. പിന്നെ വെള്ളമല്ലേ ഇത്? കടലാന്ന് തോന്നുന്നു, അതുപോലെ വെള്ളമാ. നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. അയ്യോ,
അതെ, ഇതൊന്നും മനസ്സിലാകത്തില്ലാത്തതുണ്ട്. വെള്ളം മാത്രമേ കാണാനുള്ളൂ. ഇതെനിക്ക് തോന്നുന്നു 7 കിലോമീറ്റർ എങ്ങാണ്ടായി ഈ ബ്രിഡ്ജിന്റെ നീളം. നമ്മൾ ഇന്നാള് പോയ ഡോളാസാദിയ ബ്രിഡ്ജ് 9.25 കിലോമീറ്റർ ആണെന്ന് ആ തോന്നുന്നു. ഉപൻ ഹസാരിക ബ്രിഡ്ജ്, അതും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബോഗി ബീൽ ബ്രിഡ്ജ്. അവിടെ ഇച്ചിരി പുല്ലൊക്കെ നിൽപ്പുണ്ട്, അത് മൂടിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ വീതി ഒന്ന് ഓർത്ത് നോക്കിയല്ലേ, 6-7 കിലോമീറ്റർ വീതി ഉള്ള ഒരു നദി എന്ന് പറയുമ്പോൾ അതിനെ വെള്ളത്തിന്റെ അളവ് എന്തായിരിക്കും? ബ്രഹ്മപുത്ര നദി ആസാമിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. മഴക്കാലത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി അതുപോലെ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇവിടെയൊക്കെ, അതാ അങ്ങനെ പറയുന്നേ. പുരുഷന്മാരുടെ പേരിലുള്ള ഒരേ ഒരു നദിയായത്, ബാക്കി എല്ലാം സ്ത്രീകളുടെ പേരിലാണ്. ബ്രഹ്മപുത്ര എന്തിനാ എല്ലാവർക്കും കൂടി ഒരെണ്ണം പോരെ, ഒന്നൊന്നര പുത്രനാ ഇത്. വെള്ളം ഒഴുകുന്ന പോലും ഉണ്ടെന്ന് തോന്നുകയില്ല. നടുക്കെ ഒരു തുരുത്ത് പോലെ ഉണ്ട് കണ്ടോ, അത് ഈ സൈഡിലും ഉണ്ട്. നദിയുടെ പകുതി പോലും ആയില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോഴേ ഈ പാലത്തിന്റെ പകുതി വരെ മഴയുണ്ടായിരുന്നു. ആ ഇതുണ്ടോ, പകുതി കഴിഞ്ഞ് ഇങ്ങോട്ട് മഴയില്ല. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്ന നദിയായത് ബ്രഹ്മപുത്ര നദി. അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ പേരല്ലേ. ആ അതെ, റെയിൽവേ ലൈൻ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. അപ്പോൾ അതെ, കിലോമീറ്റർ എത്ര ആയിരുന്നു നോക്കിയേ? കിലോമീറ്റർ 7. കറക്റ്റ് 7 കിലോമീറ്റർ ആണോ? ആ കറക്റ്റ് 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ നീളമുള്ള പാലം. ടിബറ്റിൽ ഈ നദിക്ക് പറയുന്നത് സാങ്പോ. പിന്നെ അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ പറയുന്നത് ദിഹാങ്. ദിഹാങ് ദിഹാങ്. പിന്നെ ഇനി ഒഴുകി ഇവിടെ ചെല്ലല്ലേ ബംഗ്ലാദേശിൽ ചെല്ലുമ്പം ജമുന. ബംഗ്ലാദേശിൽ ചെന്നിട്ട് ഇത് ഗംഗാനദിയുമായിട്ട് ചേരും. അയ്യോ, അപ്പോഴത്തെ ഇതിന്റെ വലിപ്പം എന്തായിരിക്കും? അതെ, ഗംഗാനദിയും ബ്രഹ്മപുത്രയും കൂടെ ചേരുമ്പോൾ ഉള്ള 2 വലിയ നദികൾ തമ്മിൽ കൂടി ചേരും. ഇതിനടിയിൽ കൂടെ ഒരു റെയിൽവേ ലൈനാ. പഴയതാണോ? അല്ല, വേറെ ഒരു ലൈനാന്ന് തോന്നുന്നത്. അതായത് അങ്ങോട്ട് പോന്നു. അപ്പൊ അവിടുന്ന് വന്നത് എന്ത്? അതെ, അതിലെ പോയി. മൊഹാൻബാരി എയർപോർട്ട് 34 കിലോമീറ്റർ. ടോൾ ബൂത്തൊക്കെ പണിതിട്ടിട്ടേ ഉള്ളൂ, ടോൾ പിരിക്കാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. വേറെ നമ്മൾ ഈ വന്ന വഴിക്കൊന്നും, വഴി മോശമാണെന്ന് പറഞ്ഞാലും ടോളില്ലായിരുന്നു. അതെ അതെ, ടോൾ ഒട്ടും ഇല്ലായിരുന്നു. അതൊരു കാര്യമാണ്. എന്തോരം സ്ഥലം വെറുതെ കിടക്കുന്നല്ലേ. ഇവിടെ ഒന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ആ സൈഡിൽ ഒട്ടും ഇല്ലായിരുന്നു. ചുമ്മാ കിടക്കുക അല്ലേ. ഒരുപാട് ഏരിയ ഉണ്ട്. ഡിബ്രുഗഡ് 13 കിലോമീറ്റർ, ടിൻസുക്കിയ 91 കിലോമീറ്റർ. വെൽക്കം ടു ഡിബ്രുഗഡ്. നമ്മളെ ആ വരുന്ന വഴി ഗോഹട്ടിയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഒരു വഴിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ലെഫ്റ്റ് പോകണ്ടേ. ഒരു പാ മേടിച്ചാലോ നമുക്ക്? തഴപ്പ എന്നതിനാ? അത് പല കളറിലും ഉണ്ട് കേട്ടോ. തൊപ്പി വേണോ? ഇന്നാളത്തെ തൊപ്പി മേടിച്ചോണ്ട് പോയാൽ അവിടെ കിടപ്പുണ്ട്. തൊപ്പി വീട്ടിൽ ഇരിപ്പുണ്ട്, വേണ്ട. വിശറിയുണ്ട് വേണമെങ്കിൽ. ഇതിന് ഇത്രയും വീതിയും കൂടെ ഉണ്ട്, മടക്കി വെച്ചേക്കുന്നത്, എന്നിട്ട് ചുരുട്ടി വെച്ചേക്കുക. ഇതുണ്ടോ ഈ ബാഗ് ഉണ്ടോ? ഹാൻഡ് ബാഗ്. ബാഗൊക്കെ അവിടെ ഉണ്ടെന്നേ. വറ്റൽമുളകൊക്കെ കഴുകിയിട്ടേ വെയിലത്തിട്ട് ഉണങ്ങും. 1000 രൂപ 1300 രൂപ ഒക്കെ വിലയാണ്. ഇത്ര വിലയുണ്ടോ? എനിക്കറിയത്തില്ല. അതറിയത്തില്ല. ഓ, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അവിടെ കിട്ടുന്ന എളുപ്പം. വേണോ? ഞാൻ അവിടെ നിന്ന് മേടിക്കാം. നമ്മളവിടെ സംക്രാന്തിയിൽ ഇത് വരും, അന്നേരം മേടിക്കാം. അപ്പാ റോയിങ് 158 കിലോമീറ്റർ, നംസായി 129. ഇപ്പം ദിബ്രുഗഡാണിത് സ്ഥലം. ലെഫ്റ്റിലേക്ക് പോയ ദിഗ്ബോയി. ദിബ്രുഗഡ് ബൈപ്പാസ്സായത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റൂട്ട് തുടങ്ങുന്ന ഇവിടുന്ന ഈ ദിബ്രുഗഡിൽ നിന്നും കന്യാകുമാരിയിലേക്ക്. ഏകദേശം 4300 കിലോമീറ്ററോളം നീളമുണ്ട് ഈ റെയിൽവേ ലൈന്. അതായത് ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ലെഫ്റ്റിലേക്ക് പോയാൽ ഡിബ്രുഗഡ് ടൗണിലേക്കുള്ള വഴിയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ? നല്ല മണ്ണ് തേച്ച വീടുകൾ. സിമെന്റ് തേച്ച വീട് അല്ലല്ല, അതിൻ്റെ അപ്പുറം മണ്ണ് തേച്ച ഒരു വീടുണ്ടായിരുന്നു. 2-3 വീടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇത് വലിയൊരു ക്ഷേത്രമാണ്, ജഗന്നാഥ് ടെമ്പിളാണ്. മറ്റേ ഈ സൂര്യക്ഷേത്രമൊക്കെ പോലെ അല്ലേ? നല്ല അടിപൊളി പണിയാണ് കേട്ടോ, അടിപൊളി വർക്കാണ്. നമ്മളെ ഇന്നാൾ ആ ഗുജറാത്തിൽ പോയപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയില്ലായിരുന്നോ? അത് ഈ കളറിലെന്നേ ഉള്ളു. അന്ന് പറഞ്ഞ പോലെ ഒരു ക്ഷേത്രമാണ് ഇത്. വലിയ ക്ഷേത്രമാണ്. കുറെ ഏരിയ ഉണ്ട് കേട്ടോ, പുറയിലേക്കൊക്കെ ഉണ്ട്.
എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചോ? ചോറുണ്ടോ എന്നൊക്കെ ചോദിച്ചോ? അവിടെ ചോറ്, റൊട്ടി, മീൻ, ഇറച്ചി, വെജിറ്റബിൾ കറി എന്നാ വേണേലുണ്ട്. വാ. അപ്പോൾ ഇന്ന് നമ്മൾ ആസാം ദാലിയാണ് പറഞ്ഞത്. 3 ദാലി, ഈ ഫിഷ് ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരുന്നുള്ളൂ. ഈ കറികൾ ഇഷ്ടം പോലെ. എന്നാക്കിയാ അത്? ഒരുപാട് ഇത് ഉരുളക്കിഴങ്ങ്, ഇത് കോവയ്ക്ക, ഇതെന്തോ വാഴച്ചുണ്ട്, ഇത് ഉരുളക്കിഴങ്ങ്, പിന്നെ ചട്നി 2 എണ്ണം, അച്ചാറ്, ഇതെന്തോ ഇലയാണ്, പരിപ്പ്, പിന്നെ പച്ചമുളക് ആവശ്യത്തിന്. അതെ. ഇവിടെ കോവയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 പേർക്കും ഇഷ്ടമുള്ള മീൻകറിയുണ്ട്, മീൻ വറുത്തതും ഉണ്ട്. ഇത് മൊത്തം ഉരുളക്കിഴങ്ങല്ലല്ലോ, ഇത് വേറെ എന്താണോ? ചേമ്പോ ചെനയാണ്. ചേമ്പാന്ന് തോന്നുന്നു. ഇതാ ഫിഷ് കറി, ഫിഷ് കറിയും പിന്നെ ഇതൊരു ഫ്രൈയും. ഫ്രൈയിൽ മുളകൊന്നും ഇല്ലെന്ന് തോന്നുന്നു, മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇതിനകത്ത് ദശക്കകത്ത് മുളകാണ് കേട്ടോ, നോക്കി കഴിക്കണം. നോക്കി കഴിക്കണേ. അതുകൊണ്ട് അവരെല്ലാം കൊളുന്ത് കൊള്ളി ചാക്കിനകത്തേക്ക് ചുമന്നുകൊണ്ട് വരുന്നുണ്ട് അവിടെ. അത് വെയിറ്റ് നോക്കിയിട്ടാ കേട്ടുന്നേ. ആ, പുതിയൊരു വീടാട്ടോ ഇത്, മണ്ണ് തേച്ചൊരു വീടാ. പക്ഷേ മോളിലേ പുല്ലും കൂടെ ആയിരുന്നു മേഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെ, അങ്ങോട്ടൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഇതുപോലുള്ള വീടുകൾ കുറെ അവിടെ ഞാൻ കണ്ടായിരുന്നു. അതുണ്ട്. അതെ. മറ്റേ ഊണ് എങ്ങനെ ഉണ്ടായിരുന്നു? ഊണ് കുഴപ്പമില്ല. ഞാൻ ആ പരിപ്പ് ചാറും ചോറും മാത്രമേ കൂട്ടുള്ളൂ. പിന്നെ ഇച്ചിരി ആ പച്ചക്കറിയൊക്കെ ശൈലിച്ചേ കോവയ്ക്കായോ ഇലയൊക്കെ ഉണ്ടായിരുന്നേ. ഇലയുടെ ഐറ്റം മെഴുക്കുവരട്ടിയായിരുന്നേ. ഒന്നിനകത്ത് ഒരു ശകലം പോലും തേങ്ങ ഇല്ലായിരുന്നു. തേങ്ങ നമ്മളാ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇലയെല്ലാം ഒരു 3-4 ടൈപ്പ് ഇലയുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് നല്ല. വാഴച്ചുണ്ട് ഉണ്ടായിരുന്നു, അത് മെഴുക്കുവരട്ടി. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ചീരയില ആയിരുന്നു, എന്തോ ഇല മെഴുക്കുവരട്ടി. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഉരുളക്കിഴങ്ങും മറ്റേ എന്തായിരുന്നു, സോയാബീനും കൂടെ ഉള്ള ഒരു കറി. മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു? മീൻകറി നമ്മുടെ മീൻകറിയായിട്ട് യാതൊരു സാമ്യവും ഇല്ലായിരുന്നു. രസത്തിന്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസത്തിന്റെ മീനെ വറുത്തിട്ടാ മീൻകറിയിൽ ഇട്ടിട്ടുള്ള. വറുത്തിട്ടിട്ടേക്കുന്നാണോ? വറുത്തിട്ടേക്കുന്ന. ഞാൻ വിചാരിച്ചു ഭയങ്കര ചേറുചോവയായിരിക്കും, പക്ഷെ അധികം ചേറുചോവയില്ലായിരുന്നു. തേയില എസ്റ്റേറ്റിലെ പണിക്കാരാ, പണിയെല്ലാം കഴിഞ്ഞ് പോവാ. ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഇഷ്ടം പോലെ താമരപ്പൂ നിൽക്കുന്നു. അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. താമരപ്പൊയ്കയാണോ? താമരപ്പൊയ്കയാ ഇത്. ഈ ഇല ഉണ്ട്, എന്നോ വലുപ്പമാണല്ലേ, നല്ല റോസ് കളറ്. ഈ റോഡിന് നടുക്കൂടെ വെച്ചേക്കുന്നുണ്ട്, ചെടിയാന്ന് തോന്നുന്നല്ലേ. ഇത് തകര. വീണ്ടും വഴി മോശമായി. വഴിപണി നടക്കുക. ഒന്നും നടക്കുന്നില്ല, എഴയ്യ. എന്താ പറഞ്ഞേ, നടക്കുവാന്ന് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് നോക്കി, അതുണ്ടോ? അതുണ്ടോ? അത് കൊളുന്ത് കൊണ്ടിരുന്നുണ്ടോ? കൊളുന്ത് ഞുള്ളിയ കൊളുന്ത് അവിടുത്തെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് വരും, ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നായിരിക്കും. നമ്മൾ രാവിലെ വന്ന ഏരിയയിലെല്ലാം പാടമല്ലായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം വ്യത്യസ്തമായി. ഇവിടെ മൊത്തം തേയിലയാ, 2 സൈഡും തേയില. അതുണ്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്നാ അത് കൃഷിക്കുള്ള എന്തേലും ആയിരിക്കും. വെള്ള കളറ് താമരപ്പൂ. ഒരു പൂവാണല്ലോ, ബാക്കി മൊട്ടുണ്ട് കേട്ടോ. മൊട്ടുണ്ട് ബാക്കി. ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം വെള്ളപ്പൂക്കളാ. ഇവിടെ ഇഷ്ടം പോലെ ആമ്പലും താമരയും ഉണ്ട് കേട്ടോ. ഡോളാസാദിയ ബ്രിഡ്ജ് 63 കിലോമീറ്റർ. ധൂമ 14 കിലോമീറ്റർ. ഓക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ആസാം ആന വരുന്നു, പിടിയാനയാണല്ലോ. കാലിന് ചെറിയൊരു ചെറിയ ആനയല്ലേ? നമ്മൾ ഇന്നാളും കണ്ട ഇതുപോലെ ചെറിയ ആനയല്ലേ. ആനയ്ക്ക് ഇവിടെ പൊക്കം കുറവാന്നാ തോന്നുന്നു കേട്ടോ. റിസർവ് ആയിട്ട് കുറെ സമയമായിരുന്നു, കുറെ കിലോമീറ്റർ ഓടി. ഡീസൽ തീർന്നിരുന്നെങ്കിൽ മെയിൻ ഡ്രൈവറും കോ ഡ്രൈവറും കൂടെ പോയി മേടിച്ചോണ്ട് വരേണ്ടി വന്നു. മെയിൻ ഡ്രൈവർ അല്ലേ, ക്യാമറമാനും കോ ഡ്രൈവറും കൂടെ പോണ്ടി വന്നു. പിന്നെ ക്യാമറമാന്റെ പണിയൊന്നുമല്ല, ഡീസൽ തീർന്ന വഴി വണ്ടി കിടന്നാ പോയി ഡീസൽ മേടിച്ചോണ്ട് വരുന്നത്. തുടങ്ങിയതേ ഉള്ളൂ, പണി തീരുന്നേ ഉള്ളൂ. AGCL ആസാം ഓയിലായിരിക്കും. വേറെന്താ ഈ AGCL എന്നാന്ന് വെച്ചാൽ आसाम गैस कंपनी लिमिटेड. ये मेन ड्राइवर को ड्राइवर यही है, मैं तो इनका ये गाड़ी का क्लीनर है. हाँ
എന്നോട് ചോദിച്ചു ഇതന്നെ യൂട്യൂബൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞു. 89 രൂപ 67 പൈസ. കേരള. ആ പമ്പിലെ ആൾ എന്നോട് വന്ന് ചോദിക്കണേ മുത്ത് കയറുന്ന കണ്ടപ്പോഴേ വണ്ടി ഓടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഓടിക്കും, ഞാൻ ചുമ്മാ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ചുമ്മാ തമാശന് പറഞ്ഞാന്ന് ഓർത്ത്. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇനി ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയാൽ മതി കേട്ടോ. ഇനി അധികം ദൂരമൊന്നുമില്ല, നമ്മൾ എടുത്തോണ്ടിരിക്കുന്നു. നേരെ അരുണാചലിൽ കൊണ്ട് നിർത്തിയാൽ മതി. ഇടയ്ക്ക് ചെക്ക് പോസ്റ്റ് ഒരെണ്ണമുണ്ട്, അവിടെ നിർത്തണം. ആ നല്ല സുന്ദരമായ സ്ഥലമാണല്ലേ. ഈ മഴക്കാലത്ത് എങ്ങോട്ട് പോയാലും ഇതേപോലെ സുന്ദര സ്ഥലങ്ങളാണ് അല്ലേ. അടിപൊളി തേയിലത്തോട്ടം 2 സൈഡ്. തൊട്ടപ്പുറേ പാടവും ഉണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഈ കാഴ്ച തന്നെയാണ്. കൊളുന്ത് നുള്ളുന്ന കൂടെയൊക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ടോ. ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. മൊത്തം കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലായിരുന്നു ഈ പോത്തിന് ഇത്രയും കൊമ്പൊന്നും ഉണ്ടോ. നല്ല കൊമ്പാന്ന് നോക്കിയേ, കാട്ടുപോത്തിന് ഇത്രയും വലിയ കൊമ്പില്ലെന്നാ തോന്നുന്നത്. ഹൻസാര, ടിങ്കരൈ, കാക്കോപ്പത്തേർ. നല്ല മഴക്കാറ് കയറിയിട്ടുണ്ട്, ഉടനെ മഴ പെയ്യും. മഴക്കാറ് നേരെ അരുണാചലിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ എഴുതാനും മുന്നേ ചെല്ലുവോ. അതെ, എന്ത് മരങ്ങളല്ലേ ഈ തേയിലത്തോട്ടത്തില്. മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടേ നമ്മുടെ അവിടുത്തെ തേയിലത്തോട്ടം പോലെ അത്ര ഒരു മുട്ടക്കുന്നുകളൊന്നും അല്ലാതെ അങ്ങനെ അത്ര ഒരു ഭംഗിയില്ല പറഞ്ഞ. അതെ, അത് തന്നെയല്ലേ നമ്മളവർക്ക് ഈ തേയില ഉള്ളിടത്തെല്ലാം തണുപ്പായിരിക്കുന്നു. പക്ഷെ ഇവിടെയൊക്കെ അത്ര തണുപ്പൊന്നുമല്ല, ഇവിടെ ചൂടുള്ള ഏരിയ. പക്ഷെ ഇവിടെ തേയില നല്ലപോലെ ഉണ്ട്. ഇവിടുത്തെ സ്ത്രീകളുടെ ഡ്രസ്സൊക്കെ ഉണ്ട്, അമ്മച്ചിമാരുടെയൊക്കെ മുണ്ടും അര ബ്ലൗസും ഇട്ടൊരു ഹാഫ് സാരി. എല്ലാവരുടെയും ഡ്രസ്സിങ് അങ്ങനൊന്നുമല്ല, പ്രായം കുറഞ്ഞവരുടെയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ നേരത്തെ സൂര്യൻ അസ്തമിക്കും, നേരത്തെ ഉദിക്കുകയും ചെയ്യും. 4:30 സൂര്യൻ ഉദിക്കും. പക്ഷെ നാളെ ഒന്നും 4:30 ഉദിക്കുമെന്ന് തോന്നുന്നില്ല, മഴക്കാറാ. 6 മണിയാകുമ്പോഴേ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. ഇപ്പം ശരിക്കും 5:15 ആയതേ ഉള്ളൂ. പിന്നെ ചെറിയ മഴക്കാറും ഉണ്ട്. അരുണാചലിലെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഈ 14,000 കിലോമീറ്റർ ഓടി ഇവിടെ മിക്കവാറും അത് ഗോവിന്ദ. അത് ഇവിടെ മഴയില്ലായിരുന്നു. നിങ്ങൾ രണ്ടുകൂടെ മഴയും കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോ ഈ ഒരാഴ്ചത്തേന് ഇവിടെ സൂര്യൻ ഉദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നറിയോ, മെയിൻ ഡ്രൈവർ ഇവിടെ ലോഡൊക്കെ ഇറക്കിയിട്ട് ഇവിടുന്ന് പോകണം സൂര്യൻ ഉദിക്കണേ. ഞാൻ ഇനി വേനൽക്കാലത്ത് വരും അന്നേരം. വേനൽക്കാലത്ത് വരാം. അന്നേരം സൂര്യൻ ഉദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെ. ഇവിടെ എന്ത് പറ്റി, വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നത്? ബ്ലോക്കാണോ? ഇവിടെ ബ്ലോക്കൊന്നും, ഇവിടെ വലിയ ബ്ലോക്കാകാനുള്ള തിരക്കൊന്നും ഉള്ള വഴിയല്ലല്ലോ. എന്താ സംഭവം എന്നറിയത്തില്ല. എന്തോ ആക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ലോക്കൽ വണ്ടി കാറുകാരൊക്കെ കുറച്ച് പേര് തിരിച്ചു പോയി. അതിൽ വേറൊരു വഴി അതിൽ പോകാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ 1/2 മണിക്കൂർ പോയി. അതെ, വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി. എന്നാ സംഭവം എന്നറിയത്തില്ല. പോലീസ് വരുന്നത് എപ്പോഴാണോ? പോലീസാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഒരു തിരക്കും ഇല്ലാഞ്ഞ വഴിയായിരുന്നേ. നേരം ബ്ലോക്ക് ആയതേ ഉള്ളൂ. എന്തൊരു വണ്ടിയാന്ന് നോക്കി. ഈ വണ്ടിയെ പോകുന്ന തേയില കൊളുന്ത. ഇതെല്ലാം കൊളുന്ത കണ്ടോ. തോട്ടത്തിൽ നിന്ന് എടുത്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന. ഈ മണ്ണ് തേച്ച വീട് കാണുമ്പോൾ എല്ലാം ഒരു സംശയം, ഇതിന് ചതില് പിടിക്കല്ലേ. അതെ അതെ, തറയില്ല പറയുകയാണെങ്കിൽ അല്ലേ. ഗോവട്ടി പോകുന്ന വണ്ടിയാ. ഇതെല്ലാം നൈറ്റ് സർവീസ് ബസ്സുകളാ. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ, മുമ്പ് ഒരാൾ പറഞ്ഞേ, ഒരു പയ്യൻട്ട് വണ്ടി ഇടിച്ചെന്നാ പറഞ്ഞത്. എന്നിട്ട് വണ്ടി നിർത്താതെ പോകാൻ ചെയ്തു. അതുകൊണ്ട് നാട്ടുകാർ വഴി തടഞ്ഞാന്ന് തോന്നുന്നു. പയ്യനെന്തോ പരിക്കൊക്കെ ഉണ്ടോ, ഹോസ്പിറ്റലിലാണ്. അതിന് നാട്ടുകാർ വണ്ടി തടഞ്ഞാണെന്നാ തോന്നുന്നേ. എന്നിട്ട് ഇപ്പോഴാ പോലീസ് വന്നേ. അതിന്റെ തിരക്കായിരിക്കും അത് തന്നെ ആവണം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആൾക്കാർ ഏതെല്ലാം ഇവിടെ ഉള്ളവരാ, നാട്ടുകാരാ. പിന്നെ ബ്ലാക്ക് ക്യാറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ പ്രശ്നബാധിത മേഖലകളാണ്. പിന്നെ നമ്മളങ്ങോട്ട് പോകുന്നിടമൊക്കെ. പോലീസ് വണ്ടി നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഇത്. പക്ഷെ അതേ പോലീസിനൊന്നും എഴുതിയിട്ടൊന്നുമില്ല വണ്ടിയിൽ. അപ്പം അവിടെ ബ്ലോക്ക് കിട്ടിയില്ലായിരുന്നു, നമ്മളിപ്പം ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തിയേനെ. അതെ അതെ. ഇപ്പം മൊത്തത്തിൻ്റെ എത്രാമത്തെ സംസ്ഥാനമാണ് അരുണാചൽ? 23 അല്ലേ?
23ാമത്തെ സംസ്ഥാനത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഉടനെ തന്നെ. യൂണിയൻ ടെറിട്ടറി എത്ര എണ്ണം പോയി? യൂണിയൻ ടെറിട്ടറി 4 5 ഉണ്ടെന്ന്. 4 5 5 6 മണി ആയതേ ഉള്ളൂ. ഞാൻ ഓർത്ത് 7 മണിയായിരുന്നു. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ഇതെല്ലാം BROയുടെ റോഡുകളാണ്. BRO വെൽക്കം ടു അരുണാചൽ പ്രദേശ്. the land of rising sun. അപ്പൊ മുത്തിന്റെ 23ാമത്തെ എസ്റ്റേറ്റിലേക്ക് നമ്മൾ കയറി. കാലെടുത്ത് വെച്ചു, അല്ല ടയർ എടുത്ത് വെച്ചു. അതെ. ഇവിടെ ഒരു ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ റോഡ് ചെക്ക് പോസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. ഹിന്ദി തൊട മല്ലി. ചെക്ക് പോസ്റ്റ് ഒക്കെ എൻട്രി ചെയ്തു. മെയിൻ റോഡ് ഇതേ മുന്നേ നിൽപ്പുണ്ട്. താങ്ക് യു. चलिए वेरी नाइस. फोटो चलेगा. हाँ ഓക്കെ. വെൽക്കം ടു നംസായി ഡിസ്ട്രിക്ട്. സമയം 6:45 ആകുന്നതേ ഉള്ളൂ. ബുദ്ധിയിരുട്ടി. ഇപ്പോൾ ഒരു 8 മണി 9 മണി ആയ പ്രതീതിയാ. അതെ. ആസാം തീരുന്നത് വരെ വഴിയിലല്ല എന്നുള്ള തിരക്കല്ലായിരുന്നു. കണ്ടോ? ആരുമില്ല. ഇവിടെ കണ്ടോ മഴയില്ലാഞ്ഞതാ. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി ആയപ്പോൾ തൊട്ട് നല്ല മഴയാ. ആളുമില്ല, ആടുമില്ല, ആരുമില്ലല്ലേ. ഇല്ല, പശുവില്ല, ആരുമില്ല. ഹമ്പുമില്ല. അതെ, ഹമ്പുമില്ല. അതൊരു നല്ല കാര്യം. ഇതാണല്ലോ ഇവിടെ നല്ല മഴയായി. മഴ പെയ്യാതിരിക്കായിരുന്നു. ഇതിപ്പോ റഷ്യശൃംഖം വന്ന പോലെ ആയിരുന്നു. അതെ അതെ, മഴ തകർത്തു പെയ്യും ഏതൊക്കെയാലും. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തിനടുത്തെത്തി. അപ്പോൾ ഇനി നാളെ രാവിലെ ലോഡ് ഇറക്കത്തുള്ളൂ. അപ്പോൾ ഇന്നിനി കുളിയൊക്കെ കഴിഞ്ഞ് കിടന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങണം. അപ്പോഴേ ഉറങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ. ഉറക്കം വരുന്നുണ്ടോ മൊത്തം? നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി ഞങ്ങൾ നേരത്തെ കിടക്കണമെന്ന് ഓർത്താണ്. നമ്മൾ വഴിക്ക് ഇച്ചിരി ദിവസം നേരം താമസിച്ചല്ലേ, ഇച്ചിരൂടെ നേരത്തെ ഇവിടെ എത്തായിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തി. 9 മണിയാകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് ഒരു റൂമൊക്കെ എടുത്തു. അപ്പോൾ 10 ദിവസത്തെ ഉറക്കം കിടക്കുക. ഇന്ന് വേണം ഉറങ്ങി തീർക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊന്നും ഏതൊക്കെയാലും ഉണ്ടാക്കുന്നില്ല. ചേട്ടായി ഫുഡ് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് കടയിലോട്ട്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.